തര ആദ്യം ഈ അസാധാരണമായ ചൂടാണ്, താങ്ങാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ പെസോ അടക്കം പറയുന്നത് ചൂടൊരു കാരണമല്ലെന്നാണ്. അപ്പോഴെന്താണ് കാരണം എന്നത് ഇനി ഒന്നുകൂടി ആവർത്തിക്കാതിരിക്കാനെങ്കിലും കൃത്യമായ ടൈം ഫ്രെയിമിൽ കണ്ടെത്തേണ്ടതല്ലേ, അത് പരിഹരിക്കേണ്ടതല്ലേ ശ്രീമതി താര? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വന്ന വീഴ്ച തന്നെയാണ് ഈ വലിയ ദുരന്തത്തിന് കാരണം എന്ന് തന്നെയാണ്. ഇപ്പോൾ അവിടെ 5 ഷെഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം സംഭരിച്ചു വയ്ക്കുന്ന ഒരു ചെറിയ ഒരു സ്റ്റോർ ഹൗസ്, ശേഖരണപുര അത് ഉണ്ടായിരുന്നു. അത് പിന്നെ സീൽ ചെയ്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇത് സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലത്ത് വെന്റിലേഷൻ വേണമെന്നും അങ്ങനെയുള്ള ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ്, ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അവിടെ ആദ്യം എത്തിപ്പറ്റേണ്ടത് ഈ അഗ്നിശമന സേന വിഭാഗമാണ്. അവർക്ക് എത്താനുള്ള ഒരു വഴി വേണമെന്നുള്ളതാണ് ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ എടുത്തു പറയേണ്ടത്. ആ വഴി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ വീഴ്ച. അഥവാ ഇനി എത്തിപ്പറ്റിയാൽ പോലും അവിടെ ഈ ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ആ സമയത്ത് അവർക്ക് ദൂരെ നിന്ന് ഈ വെള്ളമൊഴുക്കിയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ശ്രീ ഹാഷ്മി പറഞ്ഞ ഈ എന്താണ് ഇവർക്കുള്ള ഈ സുരക്ഷാ ഈ ക്രമീകരണങ്ങളുണ്ടല്ലോ അഗ്നിശമന സേനയ്ക്ക്, അതായത് ഈ തീപിടിക്കാത്ത വസ്ത്രങ്ങൾ, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇതുപോലെയുള്ള വലിയൊരു തീപിടുത്ത ഒരു സാധ്യതയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പൊട്ടിത്തെറി നടക്കുന്ന സ്ഥലത്ത് തീയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു വസ്ത്രം എന്ന് പറയുന്നത് എത്രയോ പരിമിതമായ എണ്ണമേ ഉള്ളൂ എന്നുള്ളത് സർവീസിലിരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന്. 2, ഈ വേണ്ടത്ര കയ്യുറകൾ, വേണ്ടത്ര മാസ്കുകൾ, കട്ടിയുള്ള വെളുത്ത പുകയാണ് അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അവിടെ പോയി അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ അഗ്നിശമന സേന 24 മണിക്കൂറും ഇങ്ങനെയുള്ള ഈ സ്ഥിതിവിശേഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന് ശേഷമുള്ള ഏകോപനം നമ്മൾ പതിവ് പോലെ, അത് ഞാൻ എടുത്തു പറയുന്നു, പതിവ് പോലെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് റവന്യൂ വന്നു, പോലീസ് വന്നു, അഗ്നിശമന സേനയുടെ സാന്നിധ്യമുണ്ട്, എല്ലാ ആളുകളുടെയും നാട്ടുകാരുടെ സഹായം, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ 50 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചികിത്സാ ക്രമീകരണങ്ങൾ നടത്തണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പുറമേൽ നിന്നുള്ള ഡോക്ടർമാരുടെ സഹായം വരെ നമ്മൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെ പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ ഇവിടെ പൊള്ളലേറ്റ ആളുകളാണ്. ഈ ചെറിയൊരു പൊള്ളൽ വന്നാൽ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ 60 മുതൽ 70% വരെ പൊള്ളലേറ്റ രോഗികളാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇല്ലാത്ത ഒരു സൗകര്യം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ബേൺ വാർഡുകൾ എന്ന് പറഞ്ഞാൽ പൊള്ളലേറ്റ രോഗികളെ ചികിത്സിക്കാൻ ഒരു വാർഡ് പ്രത്യേകമായി മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിൽ മുഖ്യ പ്രധാനി എന്ന് പറയുന്നത് നമ്മുടെ തൊലിയാണ്, ത്വക്കാണ്. അത് പോയി കഴിഞ്ഞാൽ എല്ലാവിധ രോഗാണുക്കളും കയറി വരാനുള്ള ഒരു വലിയ സാധ്യത നമ്മൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ബേൺ വാർഡുകൾ, പൊള്ളലേറ്റ ചികിത്സയ്ക്കുള്ള പ്രത്യേകം വാർഡുകൾ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നോ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ആദ്യത്തെ ദുരന്തമല്ല, 2ാമത്തെ ദുരന്തമാണ്. പാറമേക്കാവ് ഈ ദേവസ്വത്തിന്റെ ശേഖരണ പുരയിൽ ഇത് 2006 ഉണ്ടായതാണ്. അതുപോലെ കണ്ടശാങ്കട് പള്ളി, അത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട 45 പേർക്കാണ് ഈ പരിക്ക് പറ്റുന്നത്. അപ്പോൾ ഇത് പുറ്റിങ്ങലിൽ 2016, പിന്നെ കാസർഗോഡ് നീലേശ്വരത്ത്, അതോടൊക്കെ 150 പേരാണ് ഈ പരിക്ക് പറ്റുന്നത്. കളിയാട്ടം ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 1952 ശബരിമലയിൽ അത് ഈ വെടി വഴിപാട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇത് മാറേണ്ട സമയമായിരിക്കുന്നുവെന്ന്. ആര് മാറണം? ഈ അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. കാരണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി ഇവ പരിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും 2008 പെസോ മാനദണ്ഡങ്ങൾ, അതാണ് ഏറ്റവും മുഖ്യമായിട്ട് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്
സേഫ്റ്റി എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അവരുടെ മാനദണ്ഡമാണ് ആധികാരികമായിട്ട് നമ്മളുടെ മുൻപന്തിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് പോലീസ് സേന ഒരു സർക്കുലർ അത് 2007 ഇറക്കിയതാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ അത് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് ഏറ്റവും കാതലായ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അതിനുത്തരമാണ് നമ്മൾ പറയേണ്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.